ഗുഡ് മോർണിംഗ് ഗായ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല മോർണിംഗ് ആണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചെറിയ മഴയൊക്കെ പെയ്തു കണ്ട, അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഞാൻ. നല്ല ചൂടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ ഭയങ്കര വേർത്ത് കുളിച്ചിട്ടാണ് എണീക്കാറ്. പക്ഷെ ഇന്ന് ഒരു ആശ്വാസമുള്ള ഒരു ദിവസമാണ്. ഞാൻ രാവിലെ എണീറ്റ് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചായിരുന്നു. കാരണം ഇച്ചിരി സോഫ്റ്റ് ആവണമെങ്കിൽ ഒന്ന് കുഴച്ച് വെച്ചേക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ എണീറ്റു. അവളെ ഒന്ന് പാല് കൊടുത്ത് ഇങ്ങനെ കിടത്തിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പ്രകൃതി സൗന്ദര്യ സ്തുതി. അപ്പം ഞാൻ അടുക്കളയിലെത്തി. ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് സാമ്പാർ ആൻഡ് ചപ്പാത്തി. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നുമില്ല സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങൊന്നുമില്ല. പക്ഷെ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് തട്ടിക്കൂട്ടാം. അതാകുമ്പോൾ നമുക്ക് ഉച്ചത്തേക്കും രാവിലത്തേക്കും ഉള്ള കറിയാക്കും. രാത്രി തൊട്ട് ചൂടായതുകൊണ്ട് ഇരിക്കത്തില്ല, ഫ്രിഡ്ജില്ല നമുക്ക്. അപ്പം പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉച്ചത്തേക്ക് കോവയ്ക്ക മെഴുക്ക് വരട്ടാമെന്നാണ്. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിനൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു. അതേസമയം തന്നെ ഞാൻ കോവയ്ക്ക അരിഞ്ഞു വെച്ചു. അത് കുറേയൊക്കെ പഴുത്തുപോയി. പിന്നെ ചപ്പാത്തിക്ക് പരത്തുകയും ചൂടുകയും ഒക്കെ ചെയ്യുന്നത് ഒരുമിച്ചാണ്. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണത്തിന് വിസിൽ വന്നു. ഞാനത് ഓഫാക്കി വെച്ചു. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഏട്ടൻ വന്നു, ചായ കുടിച്ചു. അവൾ ആ സമയം എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവളെ ഉടുപ്പിടിപ്പിക്കാതെ നമ്മളെല്ലാവരും ഇപ്പോൾ നിലത്താണ് കിടക്കുന്നത്. കിടക്കുന്ന മുറിയിലാണെങ്കിൽ ഭയങ്കര ചൂട്. ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അവൾ നിലത്തൊന്നും ഇരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ അടുപ്പിൻ്റെ പാതകത്തിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ അവിടെ ചപ്പാത്തിയും പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഈ കുപ്പിയുടെയൊക്കെ അടപ്പും തുറന്ന് പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ കണ്ടപ്പോൾ അവൾ അതെന്താന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ ചപ്പാത്തി പലകയില്ലാത്തതുകൊണ്ട് ഞാൻ പാത്രത്തിലിട്ട് പണ്ടത്തെ മാതൃകയിൽ ഒരു കുപ്പിയും വെച്ചിട്ടൊക്കെയാണ് പരത്തുന്നത്. അങ്ങനെ നമ്മുടെ കോവയ്ക്കിട്ട സാമ്പാർ റെഡിയായി. ചപ്പാത്തി ഒരെണ്ണം കൂടെ ചുട്ടെടുക്കാനുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കുറുക്കാൻ വേണ്ടിയിട്ടും വെച്ചു. പിന്നെ കോവയ്ക്ക് ഇനി മെഴുക്ക് വരട്ടാനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഏട്ടൻ ഇപ്പം ഇറങ്ങി. ഇനിയിപ്പം അവൾക്ക് ഞാൻ രാവിലെ തന്നെ കുറുക്ക് കൊടുത്തു. പിന്നെ അവൾക്ക് ഇനിയിപ്പോൾ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം. അവളുടെ കൂടെ തന്നെയാണ് ഞാനും കുളിക്കുന്നത്. പിന്നെ തുണി അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവളുടെ ഒപ്പം തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കാര്യങ്ങളും നടക്കുമൊന്നുമില്ല. ഇപ്പം ഞാൻ അവളെ ബാത്റൂമിൽ കയറ്റി നിർത്തിയേക്കാണ്. അപ്പം എനിക്കൊന്ന് അടിച്ചു വാരവും തുടച്ചിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അരി ഞാൻ അടുപ്പത്തിട്ടു. അവൾ കുളിക്കാൻ പോയിട്ട് അവളിങ്ങോട്ട് തിരിച്ചു വന്നു. സവാള ഇല്ലായിരുന്നു, അതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് മെഴുക്ക് വരട്ടാണ്. ഇവിടുത്തെ മുളകിന് ഭയങ്കര എരിവാണ്. അതുകൊണ്ട് ഒരു തുള്ളി മുളക് പൊടി ഇടാൻ പറ്റുള്ളൂ. വറ്റൽമുളക് ചതച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും അത്ര ഇത് പിടിക്കുന്നില്ല. ഇനി കുറച്ച് പാത്രം തേക്കാനുണ്ട്, അത് തേക്കണം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. തല കഴുകിയിട്ടില്ല. അവൾ കുളി കഴിഞ്ഞ് ഞാൻ അലക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പാൽ കുടിക്കണം, ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ ഉറക്കുമായിരുന്നു. അവൾ ഉറങ്ങി. ഇനിയിപ്പം തുണി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് പിഴിഞ്ഞ് ഇടണം. മോളിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കാലാവസ്ഥ പെട്ടെന്ന് മഴ പെയ്യുമായിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് അവൾ എണീറ്റിരിക്കുകയാണെങ്കിൽ ഓടിപ്പോയി എടുക്കാൻ പറ്റുകയില്ലല്ലോ. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷിച്ച പോലെയല്ല, ഇവിടെ വെയിലുണ്ട്. തുണികളൊക്കെ വിരിച്ചു.
ഇതാണ് നമ്മുടെ പുറകിൽ നിന്ന് കാണുന്ന ആൽമരം. ഇതിൻ്റെ നേരെ താഴെയാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ട് വശം. ഞാൻ കുറേ നേരം ഇങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പം നമ്മുടെ കോവയ്ക്ക് ഇച്ചിരി പഴുത്ത് പോയത് കാരണം ഇച്ചിരി പുളിയാണ്. ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും പുളിയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനതൊന്ന് മെയിൻറ്റെയിൻസ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോവാണ്. ഞാൻ ഏട്ടനും ചായ ഇട്ട് വെച്ചു, ഏട്ടൻ കുടിക്കാതെ പോയി. ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ്. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബാക്കി ചായ നമുക്ക് അടച്ചു വയ്ക്കാം. വൈകിട്ട് വരുമ്പോൾ കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് പിരിഞ്ഞു പോകാൻ പ്രശ്നം. ഞങ്ങൾ ടെറസിലെത്തിയപ്പോൾ താഴെ വീണ തുണികളൊക്കെ എടുത്തിടുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കോള് വന്നു. അത് 2 മണിക്കൂർ നീണ്ടു. എൻ്റെ കസിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ ഭയങ്കര ചൂടാകുന്നതുകൊണ്ട് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേരിങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ട്. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉച്ചത്തെ സാമ്പാറും കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു തേങ്ങയൊക്കെ ചുട്ടൊരു ചമ്മന്തിയും കൂടെ അരച്ച് ഇതാണ് രാത്രിത്തേക്കുള്ള ഫുഡ്.